വേറൊരുത്തന്റെ ഭാര്യയും കുട്ടിയെയും കൊണ്ടുവന്ന് കുടുംബത്തിൽ കയറാന്ന് നീ വ്യാമോഹിക്കണ്ട. ഞാനും മോനും പൊക്കോളാം. എന്റെ പേരിലൊരു വഴക്ക് വേണ്ട. വസുതോടെ നിൽക്ക്. നിന്നെയും മകനെയും കൂട്ടിക്കൊണ്ട് വന്നത് ഞാനാണ്, അതും എന്റെ വീട്ടിൽ. അതുകൊണ്ട് വേറെ ആരും പറയുന്നത് നീ മുഖവിലേക്ക് എടുക്കണ്ട. ഏതോ ഒരുത്തന്റെ ഭാര്യയെ കണ്ടപ്പോ അവനെ നമ്മളൊന്നും ആരും അല്ലാതായി. എനിക്കും അതേ പറയാനുള്ളൂ. വില കുറഞ്ഞ വർത്താനം പറഞ്ഞ് നിങ്ങള് ആരും അല്ലാതാവല്ലേ. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ ആദ്യ ഭാര്യ ഇറങ്ങിപ്പോയതിന്റെ ഫ്രസ്ട്രേഷൻ വല്ലതുണ്ടെങ്കിലേ അത് തീർക്കേണ്ടത് എന്നോടല്ല. ഫ്രസ്ട്രേഷനോ? ആർക്ക്? എനിക്കോ? ഓ, അങ്ങനെ പറഞ്ഞ നിനക്ക് എളുപ്പത്തിൽ ജയിക്കാമല്ലോ. പിന്നെ നിനക്ക് തോന്നിയ പോലൊക്കെ നടക്കാമല്ലോ. നോവിന് എല്ലില്ലാന്ന് കരുതി എന്തും വിളിച്ചു പറഞ്ഞാ കേട്ടിരിക്കാൻ എന്റെ പേര് വസുധ എന്നല്ല. നിനക്ക് തോന്നിയ ദിവസം കാണിക്കാം, അത് ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. ഉള്ളത് പറഞ്ഞ കള്ളന് തുള്ളൽ വരുമെന്ന് ആരോ പറഞ്ഞത് വെറുതെ അല്ല. ദീപേടിന് നിങ്ങൾ സംശയിക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു ഭർത്താവെന്ന നിലയ്ക്ക് എന്റെ പല കാര്യങ്ങളും നിങ്ങൾ മറന്നുപോകുന്നുണ്ട് എന്ന് നീ പറഞ്ഞാ മതിയോ? ഈ കുടുംബം അടക്കം തൂങ്ങുന്ന കേസാ. അമ്മാവൻ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് കാട് കയറണ്ട. അവൻ പറയുന്ന ശരിയല്ലേടാ. ആ പെണ്ണിന്റെ പേരിൽ എന്തൊക്കെ കേസും വഴക്കും ഉള്ളതല്ലേ. അമ്മേ, അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളൂ. നടക്കും നടക്കും. എന്റെ ചേച്ചി, ഞാൻ അറിഞ്ഞിടത്തോളം ഇവള് മരിച്ച് പുനർജനിച്ച് വന്നതാണെന്നാ പറയുന്നത്. ഇവക്കൊരു മുൻ ഭർത്താവ് ജീവിച്ചിരിപ്പണെന്നും പറയുന്നു. അവൻ എന്തായാലും ഇവളെ തിരക്കി വരും. ആണോടാ? അതിന് നീ എന്തിനാ എത്ര ഡിസ്റ്റർബ് ആകുന്നത്? കസിന്റെ കൂടെ പോയി വരുന്നതൊക്കെ നാട്ടുനടപ്പല്ലേ? എന്നാ നാട്ടുനടപ്പിന് വേണ്ട. അവളുടെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. നീ കാര്യങ്ങൾ നോക്കുന്നതിന്റെ ഗുണം കൊണ്ടാണല്ലോ അവളിങ്ങനെ ഒറ്റപ്പെട്ടു പോയത്. അതുകൊണ്ടാണ് അവളുടെ ആവശ്യങ്ങൾക്ക് എന്നെ ആശ്രയിക്കേണ്ടി വരുന്നത്. അതില് അവളെ തെറ്റു പറയാൻ പറ്റുമോ? അതെങ്ങനെ? സ്വന്തം ഭാര്യ നേരെവണ്ണം നോക്കാൻ നിനക്ക് അറിയില്ലല്ലോ. ഒരാളെ പോയടനെ മറ്റൊരാളെ കെട്ടി. ഇനി കാണാൻ പോകുന്ന പൂരത്തിന് ആര് തിരികൊളുത്തും? ശരണ്യയെ കൊണ്ട് ഗിരിയെ വിവാഹം കഴിപ്പിക്കുവാൻ ശ്രമിക്കുന്ന സദാനന്ദനോ? ഒരിക്കൽ ഭാര്യയായിരുന്നവൾ മറ്റൊരാളുടെ കൂടെ പോയത് കണ്ടുനിന്ന സനീഷോ? എങ്ങോട്ടായി തള്ളിക്കയറുന്നത്? വേറൊരുത്തന്റെ ഭാര്യയും കുട്ടിയെയും കൊണ്ടുവന്ന് കുടുംബത്തിൽ കയറാന്ന് നീ വ്യാമോഹിക്കണ്ട. ത്രസിപ്പിക്കുന്ന കാഴ്ചകളും കണ്ണഞ്ചിപ്പിക്കുന്ന മുഹൂർത്തങ്ങളുമായി വസുധ കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ.